സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ഒരു പുതിയ പുരോഹിതൻ ചാർജ് എടുത്തിരിക്കുന്നു. വളരെ കർക്കശ സ്വഭാവമുള്ള പുരോഗമനവാദിയായ ഒരു പുരോഹിതൻ. അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു, ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം കാണുന്നത് അവിടുത്തെ കപ്പ്യാർക്ക് വിദ്യാഭ്യാസമില്ല, എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയില്ല. ഉടൻ തന്നെ അദ്ദേഹം ബിഷപ്പിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തി. എന്തു ചെയ്യും? പക്ഷേ അയാളുടെ കരിയർ റെക്കോർഡ് നോക്കുമ്പോൾ വളരെ തൃപ്തികരമാണ്. ഒരു നെഗറ്റീവ് മാർക്ക് പോലുമില്ല. പഞ്ച്വലാണ്, ലോയലാണ്, ഒക്കെയാണ്. ബിഷപ്പും ആയിട്ട് ഈ കപ്പ്യാർ വരുത്തി പുരോഹിതൻ തന്നെ ഈ വിവരം പറയുകയാണ്. മിസ്റ്റർ സാമുവൽ, വളരെ അപ്രിയകരമായ ഒരു കാര്യം പറയേണ്ടി വന്നിരിക്കുന്നു. അറിയാമല്ലോ ഈ ദേവാലയത്തെക്കുറിച്ച്. ലോകപ്രശസ്തമായ ദേവാലയമാണ്. ഇവിടെ കപ്പ്യാരായി ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല എന്ന് ഞാൻ ഈ അടുത്ത കാലത്താണ് അറിയുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത്. സത്യത്തിൽ നിങ്ങളിപ്പോൾ പിരിച്ചുവിടേണ്ടതാണ്, പക്ഷേ അത് ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരവസരം തരാം, 3 മാസത്തെ സമയം തരാം. നിങ്ങൾ എഴുത്തും വായനയും പഠിക്കണം. എന്തു പറയുന്നു? കപ്പ്യാർ പറഞ്ഞു, ക്ഷമിക്കണം, ഇത്രയും വലിയ അപരാധമാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ അനുവദിക്കണം. അല്ല, അങ്ങനെ പിരിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞതല്ല. 3 മാസത്തെ സമയമുണ്ടല്ലോ, ശ്രമിച്ചു നോക്കൂ. വായിക്കാനെങ്കിലും പഠിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ജോലിയിൽ തുടരാവുന്ന. എന്തു പറയുന്നു? ഇനിയിപ്പോൾ അതൊന്നും ഈ പ്രായത്തിൽ അതൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു നിമിഷം പോലും ഞാൻ ഈ വിശുദ്ധമായ ദേവാലയത്തിൽ തുടരാൻ അർഹനല്ല എന്നെനിക്ക് ബോധ്യമായി. എന്നെ പോകാൻ അനുവദിക്കണം. സുചിന്തിതമായ തീരുമാനമാണോ? ആലോചിച്ചുറപ്പിച്ച തീരുമാനമാണോ? അതെ, എന്നെ പോകാൻ അനുവദിക്കണം. എനിക്ക് ഇത്രയും വലിയ അപരാധമാണ് ഞാൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ വന്ന് നിങ്ങളുടെ തുക മേടിച്ചോളൂ. നമ്മുടെ കപ്പ്യാർ മിസ്റ്റർ സാമുവൽ, അദ്ദേഹം പള്ളിയുടെ പുറത്ത് വന്നു. പള്ളിയുടെ പുറത്തുനിന്ന് 2 റോഡുകൾ പോകുന്നുണ്ട്. വലതുവശത്തേക്ക് റോഡ്, ഇടതുവശത്തേക്ക് റോഡ്. വലതുവശത്തേക്കുള്ള റോഡ് ഒരു 15 മിനിറ്റ് നടന്നാൽ അയാൾക്കയാളുടെ വീട്ടിലെത്താം. സാധാരണ ആ വഴിക്കാണ് പോകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഒരുപാട് സമയം ബാക്കിയുണ്ട്. അദ്ദേഹം ഇടതുവശത്തെ റോഡിലൂടെ ആദ്യമായി ഇങ്ങനെ നടക്കുകയാണ്. കുറേ നടന്നപ്പോൾ വല്ലാത്ത ബോറ്. ഒരു സിഗരറ്റ് വലിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആദ്യം കണ്ട പീടിയെ ചെന്നു, സിഗരറ്റ് ചോദിച്ചു, ഇല്ല. അടുത്ത പീടിയെ ചോദിച്ചു, ഇല്ല. അടുത്ത ജംഗ്ഷനിൽ ചോദിച്ചു, ഇല്ല. ആ 2 കിലോമീറ്റർ ദൂരത്തിൽ എങ്ങും ഒരു സിഗരറ്റ് കടയില്ല. എങ്ങനെ അലഞ്ഞു നടന്ന് രാത്രിയിൽ എപ്പോഴോ അയാൾ വീട്ടിലെത്തി. പക്ഷെ ഉറക്കം വരുന്നില്ല. എങ്ങനെ ഉറങ്ങും? ജീവിതം വഴിമുട്ടിയിരിക്കുകയല്ലേ. നാളെ മുതൽ പള്ളിയിലെ പണിയില്ല. പെട്ടെന്ന് അയാളുടെ മനസ്സിലൊരു കൊള്ളിയാൻ മിന്നി. ആ 2 കിലോമീറ്റർ ദൂരം ആ പരിസരത്തെങ്ങും ഒരു സിഗരറ്റ് കടയില്ല. ഒരു സിഗരറ്റ് കട തുടങ്ങിയാലോ? അതിരാവിലെ എഴുന്നേറ്റ് അത്യുത്സാഹപൂർവ്വം അയാൾ ഒഴിഞ്ഞു കിടക്കുന്ന കട നോക്കി പോവുകയാണ്. ഒരു കട കണ്ടെത്തി. അതിൻ്റെ ഉടമസ്ഥനെ ചെന്ന് കണ്ടു, അഡ്വാൻസ് ചെയ്തു. പിന്നെ അങ്ങോട്ട് സിഗരറ്റ് കച്ചവടത്തിന് വേണ്ടിയുള്ള ആവേശകരമായ ശ്രമത്തിലാണ്. തൊട്ടടുത്ത ആഴ്ച ഒരു ദിവസം അദ്ദേഹം ഭാര്യയെ വിളിച്ചു പറഞ്ഞു, മറിയാമേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയുകയാണ്. ഞാൻ ആ പള്ളിയിലെ കപ്പ്യാർ പണി ഉപേക്ഷിച്ചു. എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് മറിയാമ്മ നെഞ്ചത്തടിച്ച് വിളിക്കുകയാണ്. നീ അടങ്ങ്, ഞാൻ പറയട്ടെ. പകരം ഞാനൊരു സിഗരറ്റ് കട തുടങ്ങുകയാണ്. ഇന്ന് രാവിലെ 10:30 മണിക്കാണ് എൻ്റെ ഉദ്ഘാടനം. മറിയാമ്മ ബോധം കെട്ട് താഴെ പോയി. പക്ഷേ സാമുവലിൻ്റെ ആ ബിസിനസ് വിജയമായിരുന്നു. എന്ന് പറഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ ആ നഗരത്തിൻ്റെ പ്രധാന നിരത്തുകളിൽ 4 ബ്രാഞ്ചുകൾ അയാൾ തുടങ്ങിയിരിക്കുന്നു. 5 വർഷത്തിനകത്ത് അദ്ദേഹം മില്യനറായി മാറിയിരിക്കുന്നു. മൾട്ടി മില്യനറായി മാറിയിരിക്കുന്നു. സിറ്റി ബാങ്കിലാണ് അദ്ദേഹത്തിൻ്റെ നിക്ഷേപം. ഈ സിറ്റി ബാങ്കിൽ ആ ഇടയ്ക്ക് ഒരു പുതിയ മാനേജർ ചാർജ് എടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ പഴയ പുരോഹിതനെ പോലെ പുരോഗമനവാദിയായ ഒരു മാനേജർ. അയാളിങ്ങനെ അക്കൗണ്ട്സ് ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ മിസ്റ്റർ സാമുവൽ എബ്രഹാം, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും പ്രൊഡക്റ്റീവ് അല്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ നമ്പർ എടുത്തു, ഫോൺ ചെയ്തു. ഫോണിൽ ബന്ധപ്പെട്ടു. ഞാൻ ഇവിടുത്തെ പുതിയ മാനേജറാണ്, അങ്ങയുടെ അക്കൗണ്ടുകൾ കണ്ടു, എനിക്ക് ചില സജഷൻസ് പറയാനുണ്ട്, ഒരു അപ്പോയിൻമെൻറ്റ് വേണമായിരുന്നു. ഓ, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ അതിലെയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്നത്, ഞാൻ അങ്ങയുടെ ക്യാബിൽ വരാം. പറഞ്ഞതുപോലെ അദ്ദേഹം ക്യാബിൽ വന്നു, സ്വീകരിച്ചിരുത്തി, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുതിയ പ്രൊഡക്റ്റീവായ സ്കീമുകളെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, ആയിക്കോട്ടെ, എന്നോട് ഇതാരും പറഞ്ഞിരുന്നില്ല, അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് അല്പം ധൃതിയുണ്ട്, അങ്ങനെ ചെയ്താൽ മതി. എങ്കിൽ ഒരു നിമിഷം, ഇതാ ഇവിടെ ഒരു ഒപ്പിടണം. മാനേജർ തൻ്റെ ഗോൾഡൻ പെന്നെടുത്ത് അദ്ദേഹത്തിന് നീട്ടുകയാണ്. പക്ഷേ സാമുവൽ ഒന്ന് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, എനിക്ക് പേന വേണ്ട, പിന്നെ സ്വല്പം മഷി മതി, തമ്പി ബ്രഷൻ. അപ്പോൾ അങ്ങേക്ക് എഴുത്തും വായനയും അറിയില്ലേ? ഇല്ല, എനിക്ക് എഴുത്തും വായനയും അറിയില്ല. ഈശ്വര,
മാനേജർ അത്ഭുതപ്പെടുകയാണ്, ഈശ്വര, ഈ മനുഷ്യന് എഴുത്തും വായനയും കൂടെ അറിയാമായിരുന്നെങ്കിൽ ആരായിത്തീരുമായിരുന്നു. ഇതിന് മറുപടി പറഞ്ഞത് സാമുവലാണ്, കപ്പ്യാരായിത്തീരുമായിരുന്നു. തീർച്ചയായിട്ടും കപ്പ്യാരായിത്തീരുമായിരുന്നു. വിഖ്യാതമായ ഒരു വിദേശ കഥയാണിത്. ഈ കഥ ഞാനിവിടെ വിസ്തരിച്ച് പറയാൻ കാര്യമുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ വാർഷികാഘോഷത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞു. വളരെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ കഥ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ, എനിക്കിപ്പോഴാണ് ആശ്വാസമായത്. കാരണം ഞാൻ വലിയ കോംപ്ലക്സിലായിരുന്നു. എനിക്ക് ഈ കഥയിലെ ആ കപ്പ്യാരെ പോലെ എഴുത്തും വായനയും വലുതായിട്ട് അറിയില്ല, വലിയ വിദ്യാഭ്യാസവുമില്ല. എങ്കിലും എൻ്റെ ബിസിനസ്സിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ആ കോംപ്ലക്സ് മാറിയത് ഇപ്പോഴാണ്. ശരിയാണ്, വിദ്യാഭ്യാസമില്ലായ്മ എന്ന് പറയുന്ന ഒരു പരിമിതിയാണ്. പക്ഷേ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം എല്ലാം പൂർണ്ണമാകുന്നില്ല. നമ്മുടെ പരിമിതികളിൽ നിന്ന് നമുക്ക് പരമാവധികളിലേക്ക് സഞ്ചരിക്കാൻ ആത്മവിശ്വാസം സഹായിക്കും. ആത്മവിശ്വാസം മാത്രമല്ല, സ്ഥിരോത്സാഹം, ലക്ഷ്യബോധം, നിരന്തരമായ പരിശ്രമം, ഇവയിലൂടെയെല്ലാം നമുക്ക് പരിമിതികളിൽ നിന്ന് പരമാവധികളിലേക്ക് ജൈത്രയാത്ര ചെയ്യാം.